നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് അനിയൻ നമ്പൂതിരി, MMK നമ്പൂതിരി, മൂലംകുളം കൃഷ്ണൻ നമ്പൂതിരി എന്നറിയപ്പെടുന്ന അനിയൻ നമ്പൂതിരിയാണ്. ഇന്ന് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇന്നലെ ഒരു അവാർഡ് കിട്ടിയിരുന്നു. കിഴക്കേക്കുളം കുഞ്ചുണ്ണിപ്പണിക്കർ സ്മാരക പുരസ്കാരം ഈ വർഷം നമ്മൾ തൃപ്പളമുണ്ട് അമ്പലത്തിൽ വെച്ച് അതിനുള്ള അവാർഡ് അങ്ങേക്കാണ് കിട്ടിയുള്ളത്. കൺഗ്രാജുലേഷൻ ആദ്യമായിട്ട് തന്നെ. താങ്ക് യു. പിന്നെ അത് അവാർഡ് കൊടുത്തത് അല്ലെങ്കിൽ നൽകിയത് നമ്മുടെ കഥകളി ആചാര്യനും കേരള സംഗീത നാടക അക്കാദമി അംഗവുമായ കലാമണ്ഡലം KG വാസുദേവൻ നായർ കയ്യിൽ നിന്നാണ് അത് കൈപ്പറ്റാനുള്ള ഭാഗ്യം ഉണ്ടായത് അങ്ങേക്ക്. അതെ. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യത്തെ അരങ്ങേറ്റം 52-ലാണെന്ന് തോന്നുന്നു. അതെ, 52-ല് ശ്രീകൃഷ്ണനായിട്ട് ഇതേ അമ്പലത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നു. അതെ, 1952 ശിവരാത്രി ദിവസം ഇന്നൊരു ശിവരാത്രി ദിവസമാണ്. കല്യാണ സൗഗന്ധ്യത്തിൽ ശ്രീകൃഷ്ണനായിട്ട് ഞാൻ അരങ്ങേറി. ഇന്നും ശ്രീകൃഷ്ണനായിട്ടാണ്. അതെ, ഇന്ന് സന്താനഗോപാലത്തിൽ ശ്രീകൃഷ്ണനാണ്. എന്തായാലും രണ്ടും ശ്രീകൃഷ്ണ അവതാരമായിട്ടാണ് അരങ്ങേറ്റുന്നത്. അതും 83-ാമത്തെ വയസ്സ് ആദ്യത്തേത്. അല്ല, ഇന്നിപ്പോ 86-ാമത്തെ വയസ്സിലാണ് നമ്മൾ ഇത് അരങ്ങേറുന്നത്. വീണ്ടും ഈ സെയിം അമ്പലത്തിൽ ശ്രീകൃഷ്ണനായിട്ട് വരുന്നത്. 73 കൊല്ലത്തിന്റെ വിടവിന് ശേഷം. ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്ന പയ്യന്നൂരാണ് തങ്ങളുടെ ജനനം. അവിടെ നിന്ന് 1.5 വയസ്സൊക്കെ ആയപ്പോഴേക്കും അച്ഛൻ മരണപ്പെട്ടു. ഇങ്ങോട്ട് സകുടുംബം ഇവിടെ താമസം മാറ്റി ഈ അമ്പലത്തിനടുത്ത് തന്നെ. എങ്ങനെയാണ് ഈ കഥകളിയിലേക്ക് വരാണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. ഞങ്ങളുടെ മുതുമുത്തശ്ശന്മാർ മുതൽക്ക് ഇവിടെ പാലക്കാട് തൃപ്പലമുണ്ട മഹാദേവ ക്ഷേത്രത്തിൽ പ്രധാന മേൽശാന്തിയായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരുന്നു തലമുറകളായിട്ട്. 1938 ഏപ്രിൽ മാസത്തിലാണ് ഞാൻ പയ്യന്നൂരിൽ മൂലമാങ്കുളം ഇല്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിയുടെയും ദേവകി അന്തർജനത്തിൻ്റെയും മകനായിട്ട് ദ്വിതീയ പുത്രനായിട്ട് ജനിച്ചത്. എനിക്ക് പക്ഷേ 1 വയസ്സായപ്പോൾ എൻ്റെ അച്ഛൻ ഇഹലോകവാസം വെടിഞ്ഞു. അദ്ദേഹം തളിയിൽ ദേവസ്ഥയിൽ കാര്യസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷം ജീവനത്തിനുള്ള വഴികൾ അവിടെ അടഞ്ഞു. കാരണം ഞങ്ങൾക്ക് കൃഷിഭൂമി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെയാണെങ്കിൽ മഹാദേവ ക്ഷേത്രത്തിൽ ശാന്തി. അപ്പോൾ അന്നൊക്കെ നല്ല വരായുള്ള അമ്പലമായിരുന്നു. അതുകൊണ്ട് ഞാനും ജ്യേഷ്ഠനും എൻ്റെ അമ്മയും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയുണ്ടായി. അതെ. അപ്പോൾ ഇവിടെ വന്നത് പ്രസിദ്ധ ചോന്നാടിക്കാരൻ കിഴക്കേക്കുളം കുഞ്ചുണ്ണിപ്പണിക്കരുടെ അയൽവാസിയായിട്ട്. ഞങ്ങൾ താമസിച്ചതും ഈ അയൽവാസിയായി താമസിച്ചത് നടുവിൽമണം ദേവസ്വം അവരുടെ കിഴക്കേക്കുളത്തിൽ. അത് 4 കെട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹവാസം 5 വയസ്സ് മുതൽക്ക് ഈ 5 വയസ്സ് മുതൽക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് താമസിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളൊരു കുടുംബം പോലെ കഴിഞ്ഞതാണ്. കുട്ടികളൊക്കെ ആകുമ്പോഴന്നെ അദ്ദേഹത്തിന് 4 മക്കളായിരുന്നു, ആൺകുട്ടികൾ. അപ്പോൾ അവരൊക്കെ ഞങ്ങളെക്കാളും കുറച്ച്, എൻ്റെ ജ്യേഷ്ഠന് എനിക്ക് 2.5 വയസ്സ് അധികമാണ്, പ്രായ കൂടുതലാണ്. പക്ഷേ അവരുടെ അടുത്ത അയൽപ്പക്കാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് വരവ് ധാരാളം ഉണ്ടായിരുന്നു, കുട്ടികളാവും. അങ്ങനെ ഒരു വേലി കെട്ടിയിട്ട് തിരിക്കാത്ത ഒരു കുടുംബമായിരുന്നു. അപ്പോൾ അദ്ദേഹം അടുത്ത സമീപ പ്രദേശങ്ങളിലെ കഥകളി നടക്കുമ്പോൾ അദ്ദേഹം ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. ഒരു 8-9 വയസ്സായിട്ടുണ്ടാവും. ആ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, സന്താനഗോപാലത്തിലെ ബ്രാഹ്മണ കുട്ടികളുണ്ട്, അതിന് കഥകളി പഠിക്കണമെന്നില്ല. അതേപോലെ കിരാതത്തിൽ കാട്ടാള കുട്ടികൾ. അപ്പം ഞങ്ങളെ ആദ്യമായിട്ട് അരങ്ങത്ത് കയറ്റിയത് ഈ കുഞ്ചുണ്ണിപ്പണിക്കർ
അദ്ദേഹം കിഴക്കേക്കളം കുഞ്ഞുണ്ണി പണിക്കരെ അദ്ദേഹം സ്റ്റേജിലേക്ക് ഞങ്ങളെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ കൈ പിടിച്ച് കയറ്റിയിട്ടുണ്ട്. അവിടെ നിൽക്കേ വേണ്ടു, അധികം പണിയൊന്നുമില്ല അവിടെ. അതാണ് ഞങ്ങൾക്ക് കഥകളിയോടുള്ള ആഭിമുഖ്യം വെച്ചാൽ അതിനോടുള്ള ഒരു അടുപ്പം തോന്നാനുള്ള ഒരു കാരണം, പ്രധാന കാരണം. മാത്രമല്ല അത് സാധാരണഗതി അത് കുറേ കാലം ഇങ്ങനെ തുടർന്നു അടുത്തുള്ള. അപ്പോൾ ഇവിടെ ഹൈസ്കൂളിൻ്റെ പഠനം വരെ ഇവിടെ തന്നെ. അത് കഴിഞ്ഞപ്പോൾ ഹൈസ്കൂളിൽ ചേരാൻ വേണ്ടിയിട്ട് ഉള്ള സമയമായപ്പോൾ അദ്ദേഹം പറഞ്ഞു കഥകളി പഠിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതിന് സൗകര്യമുള്ള സ്ഥലങ്ങൾ നോക്കുകയാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അമ്മാമൻ, അതെ അതെ, അമ്മാമൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി എവിടേക്ക്? കൊല്ലങ്കോട് കോവിലകത്തേക്ക്. അവിടെ കോവിലകത്ത് താമസിച്ചിട്ട് ഹൈസ്കൂൾ പഠിക്കുകയും ചെയ്യാം, കളരിയിൽ കഥകളി കളരിയിൽ അഭ്യസിക്കുകയും ചെയ്യാം. അതൊരു എന്തോ ഒരു മഹാഭാഗ്യമായിട്ട് കരുതിയപ്പോൾ. മാത്രമല്ല കോവിലത്ത് താമസവും ഭക്ഷണവും എല്ലാം അവിടെ. അപ്പോൾ ഇവിടെ അമ്മയ്ക്കോ ഇല്ലെങ്കിൽ അച്ഛൻ്റെ അനുജൻ അദ്ദേഹമാണ് ഇവിടെ ശാന്തി ചെയ്തിരുന്നത്. ഞങ്ങൾ കുഞ്ഞപ്പൻ എന്ന് വിളിക്കുന്ന കേശവൻ നമ്പൂതിരി. അപ്പം അദ്ദേഹത്തിനും ഭാരമില്ല, ആർക്കും ഭാരമില്ല. ഞങ്ങള് അവിടെ ഭക്ഷണം കഴിച്ച് പഠനം നടക്കുകയും ചെയ്യും. ഫീസും അതെ അവിടെ തന്നെ തമ്പുരാക്കന്മാർ കിട്ടാൻ തുടങ്ങി. ശങ്കരൻകുട്ടി ആശാൻ. അപ്പോൾ അവിടെ കഥകളി കാവുങ്ങൽ ശങ്കരൻകുട്ടി പണിക്കർ ആശാൻ 1951 കഥകളി കളരി ആരംഭിച്ചു. ഫസ്റ്റ് ബാച്ചിലാണ് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന്. ചിറ്റൂര് അല്ല, കൊല്ലങ്കോട് കോവിലകത്തിൻ്റെ അകത്തന്നെ. അത് വലിയ ഹോളായിരുന്നു. ഹൈറ്റ് തന്നെ 15 അടിയിൽ മീതി ഉണ്ടാവും. അപ്പോൾ അവിടെ എല്ലാ കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതിൻ്റെ തൊട്ടന്നെ സ്കൂളും 2-3 മുറികളുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ വിദ്യാർത്ഥികൾക്ക് ശിഷ്യന്മാർക്ക് താമസിക്കാം. അവിടെ അപ്പോൾ മാങ്ങോട് കുമാരൻ എന്ന് പറഞ്ഞിട്ടൊരു താടിക്കാരുണ്ടായിരുന്നു പ്രസിദ്ധമായിട്ട്. അദ്ദേഹം ഇപ്പം മരിച്ചു, കലാമണ്ഡലം അവാർഡ് കിട്ടിയ വ്യക്തിയാണ്. അപ്പം അദ്ദേഹം അവിടെ ഞങ്ങളുടെ ഒന്നിച്ച് പഠിച്ചതാണ്. അടുത്ത മുറിയിൽ ഇന്ന് അത് വിശ്വസിക്കാൻ പറ്റില്ല, ഞങ്ങൾ താമസിച്ച് ഒരു റൂമിൽ ഞാനും എൻ്റെ ജ്യേഷ്ഠ സഹോദരനും ഗോവിന്ദൻ നമ്പൂതിരി, ഈ ശങ്കരൻകുട്ടി പണിക്കരും ഒരു മുറിയിലാണ് താമസിച്ചിരുന്നത്. രാവിലെ 4:30 മണിക്ക് എണീക്കണം. അത് പിന്നെ സാധാരണ ചിട്ടപ്രകാരം കണ്ണ് സാധനം മുതൽക്ക് തുടങ്ങും 8 മണി വരെ. 8 മണിക്ക് കുറച്ച് ചൊല്ലിയാട്ടം തുടങ്ങിയിട്ടില്ല ആദ്യം, പിന്നീട് 8 മണിക്ക് ചൊല്ലിയാട്ടം. 9 മണിക്ക് ഹൈസ്കൂൾ ഒരു കിലോമീറ്ററോളം ദൂരേ ഉള്ളൂ. അപ്പോൾ സുഖമായിട്ട് അവിടെ 9 മണിക്ക് എല്ലാ പ്രാതകർമ്മങ്ങളും ഭക്ഷണവും കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ബാക്കിയുള്ള ഒന്നിച്ച് താമസിക്കുന്നവരും പഠിക്കുന്ന ആൾക്കാരെ, അതിൻ്റെ കൂടെ ചൊട്ടിക്കാരനുണ്ട്, ഉടുത്തുകെട്ടുകാരനും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ആ സൗകര്യം അനുഭവിച്ചു. വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും താളം പിടിക്കൽ, പദം പഠിക്കൽ, മുദ്ര പഠിക്കൽ, ചൊല്ലിയാട്ടും 8:30 മണി വരെ ഉണ്ടാവും. അങ്ങനെ 3 കൊല്ലം SLC പാസ്സാവുന്നവരെ. അപ്പോൾ ഈ SLC പാസ്സായി കഴിഞ്ഞ് ഞങ്ങൾ വിക്ടോറിയ കോളേജിലേക്ക് പഠിക്കാൻ പാലക്കാട്ടേക്ക് പോയി. അല്ല, അതിനിടയിൽ ചോദിച്ചോട്ടെ, അന്നത്തെ ഈ ചിട്ടകൾ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന തെക്കൻ വടക്കൻ എന്ന ചിട്ടയിലും വ്യത്യസ്തമായിരുന്നു അന്ന് ഈ കാവുങ്ങൽ ആശാന്റെ? ഇല്ല, ഞാനൊരു കാര്യം ഉണ്ട്. കാരണം ഞാൻ പല ആശാന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതിന് കുറച്ച് നൃത്തച്ചുവടുകൾ കൂടും. ആ ഒരു ചിട്ട ഇപ്പൊ ഈവൻ അങ്ങേക്കോ അല്ലെങ്കിൽ
മാഷ്ക്ക് രാജഗോപാൽ മാഷ്ക്കൊക്കെ ജീവിച്ചിരിക്കുന്നതിനുള്ള അറിവുണ്ടാവുള്ളൂ. അതിന് പലതും ഓർത്തെടുക്കാൻ പറ്റില്ല. അത് വലിയൊരു നഷ്ടമാണ് ഈ കഥകളിക്ക് എന്നൊക്കെ ചില ആശാന്മാർ എന്നോട് സംസാരം പറഞ്ഞു. എന്താണെങ്കിൽ വാസ്തവത്തില് ഈ ഭാഗത്ത് തെക്കൻ മലബാറിലും വടക്കൻ മലബാറിലും എന്ന് പറയാം, പ്രധാനമായിട്ട് കഥകളിയിലെ കല്ലുവഴി ചിട്ടയാണ്. അത് പട്ടിക്കാത്തോടി രാവുണ്ണി മേനോ എന്ന ആശാനാണ് അത് ചിട്ടപ്പെടുത്തിയിട്ട് അതിനെ വളർത്തിക്കൊണ്ടുവന്നത്. അദ്ദേഹം അതിൻ്റെ പരമാചാര്യൻ എന്ന് പറയാം. അതൊരു യുഗപുരുഷനും കൂടി അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചു. തെക്കൻ നിന്നാണ് വടക്കൻ ശൈലി രൂപപ്പെട്ടത് അല്ലേ? അതെ, കാരണം വെച്ചാൽ കൊട്ടാരക്കര തമ്പുരാൻ അവിടെ നിന്നാണല്ലോ ഇതായത്. പക്ഷേ ഇതിൽ എന്നെ സംബന്ധിച്ചോളം പ്രധാന വ്യത്യാസം എന്താ വെച്ചാൽ വടക്കൻ കളരിയിൽ അത് 4 കോട്ടയം കഥകൾ, അതൊക്കെ വളരെ ചിട്ടയായിട്ട് ആണ് പഠിപ്പിക്കുക. വലിയ താളത്തോട് കൂടിയിട്ട് ചിട്ടയോട് കൂടിയിട്ട് അഭ്യസിപ്പിക്കും. ചില കഥകൾ അഭ്യസിപ്പിക്കൂല. ഇപ്പം നളചരിതം മുതലായിട്ടുള്ള കഥകളൊന്നും കളരിയിൽ അഭ്യസിപ്പിക്കില്ല. തെക്കൻ ചിട്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ പ്രധാനം ഭാവാഭിനയ, ആട്ടം. അതിൽ ഭാവാഭിനയം. അതെ, അത് ഈവൻ നമുക്ക് കലാശം എടുക്കുമ്പോഴോ മുദ്രകൾ കാണിക്കുമ്പോഴോ അത് മനസ്സിലാക്കാൻ സാധിക്കും. അവർ കുറച്ചും കൂടി പരത്തിയിട്ടും കുറച്ചും കൂടി ഇതായിട്ടാണ് മുദ്ര കാണിക്കുക. പക്ഷെ അഭിനയത്തിൽ മികവുണ്ടെന്ന് ആണ് അവകാശപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ ഉള്ളൊരു വ്യത്യാസം ഉണ്ടെങ്കിലും കേരള കലാമണ്ഡലത്തിലും വടക്കൻ കളരിയും തെക്കൻ കളരിയും ഉണ്ട്, 2 കളരിയുണ്ട്. പക്ഷേ കേരള കലാമണ്ഡലത്തിൽ പ്രാമുഖ്യം വടക്കൻ കളരി തന്നെയാണ്. ഇപ്പോഴാണ് തെക്കൻ ഒന്ന് റെക്കോർഡ് ചെയ്തൊക്കെ അവര് വീണ്ടും തുടങ്ങുന്ന കുറച്ച് പേര് അവിടെ ഇപ്പോഴും പഠിക്കുന്നുണ്ട് തെക്കൻ കളി, ഞാൻ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കൊല്ലങ്കോട് പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിക്കുമ്പോഴും ഞങ്ങൾ കൊല്ലങ്കോട് ഇടയ്ക്ക് വരും ആശാൻ്റെ മറ്റേ ഒഴിവ് ദിവസങ്ങളിൽ. അപ്പോൾ ആശാൻ ചൊല്ലിയടിക്കും. പിന്നെ അല്ല, അതിനു മുമ്പ് അരങ്ങേറ്റം ഉണ്ടായില്ലേ? 1951 ജൂണിൽ കളരി തുടങ്ങി. 1952 ഒരു വർഷം ആയിട്ടില്ല, ഒരു വർഷത്തിന് മുമ്പ്. അതെ, മുമ്പ് തന്നെ ഫെബ്രുവരി ഇതേ നാട്ടില് ഇതേ അമ്പലത്തിന്റെ ശിവരാത്രി ആഘോഷത്തിന് കല്യാണ സൗകര്യത്തിൽ ശ്രീകൃഷ്ണനായിട്ട് ഞാൻ അരങ്ങേറി. ജ്യേഷ്ഠ സഹോദരനോ ധർമ്മപുത്രൻ, അദ്ദേഹം ആദ്യാവസാന സ്ത്രീ വേഷക്കാരനായിട്ട് കുറേ കാലം കൊല്ലങ്കോട് ട്രൂപ്പിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഇന്നൊക്കെ ഒന്നും നമുക്കത് ചിന്തിക്കാൻ സാധിക്കില്ല. അന്ന് പാട്ടിന് നീലകണ്ഠൻ നമ്പീശൻ, കൊട്ടിന് ഉണ്ണികൃഷ്ണക്കുറുപ്പും ഉണ്ട്, പ്രമുഖരെ. അതേപോലെ കൊട്ടിന് കൃഷ്ണൻകുട്ടി പൊതിയാളാശാൻ, മദ്ദളത്തിന് അപ്പുട്ടി പൊതിയാളാശാൻ. അങ്ങനെ ഏറ്റവും പ്രഗത്ഭന്മാരുടെ സാന്നിധ്യ കാരണം അത് ഞങ്ങളുടെ അരങ്ങേറ്റായതുകൊണ്ടല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ തൃപ്പലമുണ്ട മഹാദേവ ക്ഷേത്രത്തിൽ പണ്ട് മുതൽക്കേ ആദ്യം മുതൽക്കേ 7 ദിവസം ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ഞാൻ 1943 ഇവിടെ വന്നത് മുതൽക്ക് 5 ദിവസത്തെ കഥകളി ഈ ക്ഷേത്രത്തിൽ കളിക്കാത്ത പ്രമുഖരാരുമില്ല. ഇവിടെ കളിക്കുന്നത് ഒരു മഹാഭാഗ്യമായിട്ട് ആണ് എല്ലാ വേഷക്കാരും കരുതിയിരുന്നു. എത്ര വർഷമുണ്ട് ഈ അമ്പലത്തിന്? ഏകദേശം നൂറ്റാണ്ടുകളുടെ ഇതുണ്ട്. അതിന് ഞാനൊരു ഇത് പറയാം. എൻ്റെ ഞങ്ങളുടെ തറവാട്ട് വക ശാന്തി പോലെ ആയിരുന്നു ഇത്. വെച്ചാൽ എപ്പോഴും മേൽശാന്തി നമ്മുടെ തറവാട്ടിൽ നിന്നായിരിക്കും. അപ്പോൾ മുത്തശ്ശന്റെ മുത്തശ്ശൻ ഒരു ഗോവി നിന്നും 4 തലമുറകളുടെ മുമ്പുണ്ട്. അപ്പം അദ്ദേഹം ഒരു പ്രാവശ്യം അദ്ദേഹം മരണപ്പെട്ടു അമ്പലത്തിൽ വെച്ചിട്ട് തന്നെ. അപ്പോൾ കുറച്ച് ദോഷങ്ങളൊക്കെ കണ്ടു. അപ്പോൾ പ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു ദോഷമുണ്ട്. ഒരു ബ്രാഹ്മണൻ്റെ
ഒരു നമ്പൂതിരിയുടെ, ബ്രാഹ്മണനെ എന്ന് പറയുള്ളൂ, ഒരു ബ്രാഹ്മണന്റെ. അതെന്താണെന്നെങ്കിൽ തെടുപ്പള്ളിയിൽ നിന്ന് നിവേദ്യം കൊണ്ടുവന്നിട്ട് ഉച്ചപൂജയ്ക്ക് കൊണ്ടുവന്നിട്ട് ഭഗവാന്റെ അടുത്തെത്തുമ്പോഴേക്കും നിവേദ്യം അപ്രത്യക്ഷമാവും. അതിന് കാരണം ആണ് ഈ പ്രശ്നം വെച്ച പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒരു ഗോവിന്ദ നമ്പൂരി ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയൊരു ശിവഭക്തനായിരുന്നു. അപ്പോൾ ആ ഗോവിന്ദൻ നമ്പൂതിരിയുടെ അകറ്റി നിർത്തണം. എന്നാലേ ഭഗവാന് എടുത്തെൽപ്പടി നേരെ ഇങ്ങോട്ട് വരും. അപ്പം അതിന് വഴി എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇത് ആവാഹിച്ചിട്ട് അമ്പലത്തിൻ്റെ നേരെ പടിഞ്ഞാറ് ഭാഗത്ത് കുറച്ച് ഹൈറ്റുള്ളതാണ്, ശ്രീകൃഷ്ണൻ തറ പറയും. അവിടെ ശ്രീകൃഷ്ണൻ്റെ ഒരു ഇതുണ്ട്, ചെറിയൊരു പ്രതിഷ്ഠ. അത് കഴിഞ്ഞാൽ സ്വാമിയാന്മാരുടെ അങ്ങനെ ഇരുത്തുകളിലാണ്, അങ്ങനെ ഇരുത്തിയിട്ട് ഇതിലാണ് അങ്ങനെയുള്ള സമാധികളുണ്ട്. അപ്പോൾ ഇവിടെ മരിച്ച സ്വാമിമാർ അങ്ങനെ മൂന്ന് സമാധി അങ്ങനെ ഉണ്ട്. അതിൻ്റെ തൊട്ട് ഈ ഗോവിന്ദൻ നമ്പൂതിരിക്കും ബ്രഹ്മരക്ഷസിൻ്റെ ഒരു ഇതുണ്ട്. അവിടെ ഒരു 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 സ്ഥലം ഉണ്ട്. അവിടെ ഇന്നും വിളക്ക് കൊളുത്തി വരുന്നു. അപ്പോൾ ഇത് സത്യമാണ് എന്നർത്ഥം അദ്ദേഹത്തിൻ്റെ ഇത്. അന്നത്തെ കഥകളിയെ പറ്റി ഇന്നിപ്പോൾ കഥകളിയും അന്നത്തെ കഥകളി ഇന്നിപ്പോൾ ഓർത്തെടുക്കുമ്പോൾ അന്നത്തെ കഥകളിയെ പറ്റിയിട്ട് ഇപ്പം ഇന്നത്തെ തലമുറയ്ക്ക് എത്ര അറിവുണ്ടാവില്ല. വലിയൊരു നിലവിളക്ക്, ചാണകം നിറയ നിലം, പരമ്പ് കൊണ്ടുള്ള സ്റ്റേജ്, അങ്ങനെയൊക്കെ ഒരു സ്റ്റേജിലായിരിക്കുമല്ലോ സ്റ്റേജ്. ചിലപ്പോൾ മേലെയും കൂടി ഒന്നും ഒരു കവർ ഉണ്ടാവില്ല, നിലവിളക്ക് മാത്രം. അതെ, നിലവിളക്ക് അത് ലെവല്. നിലവിളക്കിൻ്റെ മുമ്പിൽ ചിലപ്പോൾ മറ്റേ അടിച്ചു വാരി തെളിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ അതും ഉണ്ടാവില്ല, പുൽത്തഴുകിടിയായിരിക്കും പറമ്പ്. അപ്പം അതിലെ ആൾക്കാരെ അങ്ങനെ വേണമെന്നുള്ള ആൾക്കാർ പായയും കൊണ്ട് വരും. വീട്ടിൽ തന്നെ പായ എടുത്ത് കാണും. ഷെയറില്ല. ഷെയറുള്ളത് എന്താ പറഞ്ഞാൽ വേഷത്തിന് മറ്റേ കളിക്കാനുള്ള പീഠം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അത്രയ്ക്കൊരു ഒരു 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 പ്രാകൃതമായിട്ടുള്ള നിലയിൽ അന്നൊക്കെ അതേ സാധിക്കുള്ളൂ. അപ്പൊ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് സ്റ്റേജിലാണ് കളി. ലൈവ് വീട്ടിലെത്തുന്നു നമ്മുടെ വീട്ടിൽ. പക്ഷെ അതിന് ഗുണവും ദോഷവും ഉണ്ട്. കാരണം വെച്ചാൽ ചില കാര്യങ്ങൾ ഞാൻ ടൗണിലൊക്കെ നഗരപ്രദേശങ്ങളിലൊക്കെ ഞാൻ കഥകളി കാണുമ്പോൾ സ്റ്റേജ് ഹൈറ്റുള്ള സ്റ്റേജ്, ഇവിടെ വേഷം പുരുഷവേഷങ്ങൾ ഉടുത്തു കെട്ടിയിട്ട് സ്റ്റേജിൽ കയറ്റി ഒന്ന് കുനിയുമ്പോഴേക്കും അരോചകമായിട്ട് അത് വെച്ച് കെട്ടാണല്ലോ. പണ്ട് തുണിയൊക്കെയാണല്ലോ. പണ്ട് ആദ്യം തുണി കഞ്ഞി പിഴിഞ്ഞിട്ട് ഉണക്കിയിട്ട് അത് മടക്കിയിട്ട്, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഷാക്കായി ശകലാസ പറയും. അത് കഴിഞ്ഞിട്ട് ഇപ്പം ആദ്യം പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ വരാൻ തുടങ്ങി. ഈ ഒരു ഇതുണ്ടല്ലോ, അത് വേഷക്കാരും അണിയറക്കാരും ശ്രദ്ധിച്ചിട്ട് ഇതൊന്നും നികത്തണം. കാരണം ഇന്ന് സ്റ്റേജിലല്ല കഥകളി എവിടെ ഇല്ല. ഈ തൃപ്പലമുണ്ട ഇപ്പോഴും പറമ്പില കഥകളി സ്റ്റേജ് ഉണ്ട് ഇപ്പോൾ. അപ്പൊ അന്നത്തെ കഥകളി ഒരു വലിയ അനുഭവമായിരുന്നു, ആ ഒരു അരങ്ങേറ്റം. അതിൻ്റെ ഒരു ഫോട്ടോ, അതിനുശേഷം കഥകളി ചിട്ടപ്പെടുത്തി സീതാപഹരണം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ, ഞാൻ പറയാം. അന്നൊന്നും ഫോട്ടോ എടുക്കലില്ല. ഇത് 52. അയ്യോ, അന്നൊക്കെ ഫോട്ടോ എടുക്കാൻ അത്ര VIP അടുത്ത ക്യാമറ അല്ല. പ്രത്യേകിച്ചിട്ട് ഇത് മെയിൻ റോഡിൽ നിന്ന് 2 കിലോമീറ്റർ തള്ളിയിട്ടാണ്. അതുകൊണ്ട് ഇവിടെ അങ്ങനെയുള്ള ഫോട്ടോഗ്രാഫർ വന്ന് ഫോട്ടോ എടുക്കാനുള്ള സാധ്യതയില്ല. പക്ഷെ പാലക്കാട് തുടങ്ങിയിട്ടുണ്ട്, അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അധികവും. അപ്പോൾ വിക്ടോറിയ കോളേജിൽ പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിക്കുമ്പോൾ, അപ്പോൾ അന്നത്തെ പ്രിൻസിപ്പൾ മാധവൻ മേനോൻ അദ്ദേഹം ഞങ്ങൾ കഥകളി പഠിക്കുന്ന കുട്ടികൾ കൊല്ലംകോട് നിന്ന് വന്നിട്ടുണ്ട് എന്നറിയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒന്ന പ്രകാരം ഒരു 1957 തുഞ്ചത്തെഴുത്തച്ഛൻ ദിനത്തിൽ അധ്യാത്മരാമായണം അരണ്യകാണ്ഡത്തിലെ സീതാപഹരണ ഭാഗം, അത് ആ വരികളെടുത്തിട്ട് കഥകളി മട്ടിൽ ചിട്ടപ്പെടുത്തണം. ആ വരികൾ തന്നെ എടുക്കണം, എന്നിട്ട് അവതരിപ്പിക്കാൻ പറ്റുമോ തുഞ്ചത്തെഴുത്തച്ഛൻ ദിനം. അപ്പോൾ പ്രൊഫസർ വിജയം മാഷ അന്ന് ലെക്ചറായിരുന്നു. അദ്ദേഹം അതിന് ഇനീഷ്യേറ്റീവ് എടുത്ത് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി, കൊല്ലങ്കോട് പോയി
അന്ന് കൊല്ലങ്കോട് ഭാഗവതര് കടത്തനാട്ട് ഗോവിന്ദമ്പീശനായിരുന്നു, അതെ പൊന്നാനി. ശിങ്കടി ഒരു മണിയന്നായരായിരുന്നു. അത് ശിങ്കടി മണിയന്നായർ പറഞ്ഞ മണി പോലത്തെ ശബ്ദം. അപ്പോൾ ഈ മണിയന്നായരെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടാണ് ഞങ്ങൾ ഇത് ചിട്ടപ്പെടുത്തിയത്. ചിട്ടപ്പെടുത്തി മറ്റേ ആശാൻ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇതിന് ഇവിടെ അരങ്ങത്ത് വിക്ടോറിയ കോളേജിൽ കളിച്ചത് ശ്രീരാമനായിട്ട് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഗോവിന്ദമ്പൂതിരി, സീതയായിട്ട് ഞാൻ തന്നെ. പിന്നെ ആദ്യം ചെയ്യുന്ന ശ്രീവേഷം തോന്നുന്നു. ആദ്യം ശ്രീവേഷം കുറേ കിട്ടിയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂരിയത്തെ ഒരു അച്യുതവാരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ കോളേജിൽ പഠിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സന്യാസി രാവണൻ. അത് പക്ഷേ മറ്റേ സന്യാസി രാവൺ സന്യാസി വേഷം ശ്രീരാമൻ വനവാസകാലത്തിലല്ലേ, അതുകൊണ്ട് വേഷമായിട്ടല്ല, അങ്ങനെയുള്ള വേഷങ്ങളാണ്. ഈ കഥ പിന്നീട് വേറെ ഏതെങ്കിലും സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, വേറെ എവിടെയും. ആദ്യ അവസാനം അതെ, അതേപോലെ പലതും ഉണ്ട്. അതേപോലെ ഈ ബുദ്ധചരിതം, ജ്യേഷ്ഠൻ അവിടെ ടാഗോറിൻ്റെ ബുദ്ധചരിതം ചിട്ടപ്പെടുത്തിയിട്ട് വിജയമാഷയുടെ പ്രോത്സാഹനത്തിലും ഉത്സാഹത്തിലും വിക്ടോറിയ കളിച്ചിട്ടുണ്ട് ഏട്ടൻ. അതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് എവിടെയോ. അതിന്റെ ഒരു ഫോട്ടോ ഭാഗ്യം കൊണ്ട് ഞാൻ കണ്ടത്. ആ ഒരു ഫോട്ടോ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. ഇപ്പോഴും ആ ഫോട്ടോ എന്ത് ലൈവ് ഞാൻ ആലോചിച്ചു. ഞാനൊരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് അത്ര പഴയ ഫോട്ടോ ഇപ്പോഴും എന്തൊരു രസമായിട്ട്. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് അപ്പം അന്ന് വരെ വിജയം മാഷ് എന്നാ പറയുക കേട്ടോ, പ്രൊഫസറായിട്ടാണ് റിട്ടയർ ആയത് പട്ടാമ്പി സാംസ്കൃതിക കോളേജിൽ. അപ്പോൾ വിജയം മാഷ് എന്ത് പറഞ്ഞു അറിയോ, കഥകളി പഠിക്കാൻ ഉള്ള താല്പര്യം. അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് വെച്ചാൽ അദ്ദേഹം കടത്തനാട്ട് ഊരിൽ നിന്നാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ കടത്തനാട്ട് ശങ്കരപ്പണിക്കർ ആശാൻ, പിന്നെ ഒരു പണിക്കരാശാനും അമ്പു പണിക്കർ, അങ്ങനെയാണ് അവർ പാലക്കാട് കൊണ്ടുവന്ന് അദ്ദേഹം കഥകളി പഠിച്ച് ആ കൊല്ലം തന്നെ 1957 പാലക്കാട് പുത്തൂരിൽ കാവില് തിരുവരാക്കൽ അവിടെ ആദ്യമായിട്ട് കഥകളി അവതരിപ്പിച്ച ഇദ്ദേഹമാണ്. അതിലെ അത് കഥ കീചകോധം. അതും അദ്ദേഹം ആദ്യം വേഷം കിട്ടുന്നത് എന്താണ്, ആദ്യവസാന വേഷം കീചകൻ, ജ്യേഷ്ഠന്റെ സൈരന്ധ്രി. എനിക്ക് അല്ലെങ്കിലും അതെ കുറേ സുദേശം കിട്ടി, കുറേ കീചകോധം അവിടെ കളിച്ചിട്ടുണ്ട് ശങ്കരൻകുട്ടി പണിക്കരാശാന്റെ കീചകനായിട്ട്. അപ്പോൾ ഏട്ടൻ്റെ സൈരന്ധ്രിയായിട്ടും ഞാൻ സുദേശനായിട്ടും വളരെ കൊല്ലം ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും ഞങ്ങൾ അവിടെ മറ്റേ അഭ്യസിക്കുന്ന കാലം കഴിഞ്ഞിട്ടും അത് കഴിഞ്ഞ് അപ്പോൾ അദ്ദേഹത്തിന് കഥകളിയിൽ ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ ഇരിക്കുമ്പോൾ പാലക്കാട് അയ്യപ്പ സേവാ സംഘം ആനുവലിന് ഇദ്ദേഹം ഈ കഥകളി പഠിക്കുന്ന ആളാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് കോണ്ടാക്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം അവർ ചോദിച്ചു ഈ അയ്യപ്പനെ പറ്റിയിട്ടുള്ള കഥയുള്ള ഒന്നും അവതരിപ്പിക്കാറില്ല, പ്രത്യേകിച്ചിട്ട് ഈ കഥകളിയിൽ. അതെ അതെ അതെ. അപ്പോൾ അവതരിപ്പിക്കുന്ന അയ്യപ്പ 3-4 പേര് എഴുതിയിട്ടുണ്ട്. ഒന്ന് വിജയം മാഷ്, കോട്ടയ്ക്കൽ നിന്നൊരു മറ്റേ ഒരു വാരസ്യാർ, പിന്നെ സദന ഹരികുമാർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതില്ലാത്തൊരു സമയത്ത് അതൊരു കഥ അവതരിപ്പിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് ആകെ 1 മാസമേ ടൈമുള്ളൂ. അദ്ദേഹം അപ്പോൾ അയ്യപ്പ അവതാരം വരെയുള്ള കഥയുണ്ടല്ലോ, അത് ചിട്ടപ്പെടുത്തി ഞങ്ങൾ കൊല്ലങ്കോട് പോയിട്ട് അത് ചിട്ടപ്പെടുത്തിയതിന് ശേഷം 1957 വടക്കന്തറയിൽ ഒക്ടോബർ 6-ാം തീയതി. 57 വടക്കന്തറയിലത്തെ ആദ്യത്തെ അവതരണം ആയിരിക്കും. അത് ആയിക്കൂടാന്നില്ല. 56 ഞങ്ങൾ അവതാരം അത് 1 മാസം കൊണ്ട് ചിട്ടപ്പെടുത്തി അല്ല എഴുതിയിട്ട് ചിട്ടപ്പെടുത്തി. അത് മാത്രമല്ല അതിലെന്താ വെച്ചാൽ എൻ്റെ മറ്റേ ആ 57 ശങ്കരൻകുട്ടി പണിക്കരാരുടെ ശൂർപ്പകൻ, ഏട്ടൻ്റെ മോഹിനി, വിജയമാഷെ വിഷ്ണു, എൻ്റെ ശിവൻ. ഭാഗ്യം കൊണ്ട് ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും കൂടിയുള്ള ഒരു ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എൻ്റെ കയ്യിൽ എങ്ങനെയോ കിട്ടി. അത് ഞാൻ ഇന്നും ഭദ്രമായിട്ട് സൂക്ഷിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സമ്പൂർണ്ണമായിട്ടുള്ള അയ്യപ്പരിതം അവതരിപ്പിച്ചത് കോയമ്പത്തൂർ
അയ്യപ്പ സേവാ സംഘം ഒരു ആഴ്ചത്തെ അതേ കൊല്ലം തന്നെ ഡിസംബർ 26-ാം തീയതി, അതെ 1957 സമ്പൂർണ്ണമായിട്ട് അത് അവതരിപ്പിച്ചോളി അവരുടെ അവസാന ദിവസം. ആ അവതരണത്തിൽ പഴയ വേഷക്കാരനെ പക്ഷെ മഹിഷിയായിട്ട് അഭിനയിച്ചത് നമ്മുടെ പ്രശസ്ത ചോന്നാടിക്കാരൻ വെള്ളിനീടി നാണുനേരാ. ആ പിന്നെ അതിൽ ചാത്തുണ്ണി പണിക്കരും പിന്നീട് അഭിനയിച്ചിട്ടുണ്ട് മണികണ്ഠനായിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം കഥകളിയെ പോലെ തന്നെ പഠിത്തത്തിലും അക്കാദമിയിലും ഭയങ്കര സ്മാർട്ടായിരുന്നു. അന്ന് തന്നെ എന്തോ അവാർഡൊക്കെ കിട്ടിയിട്ട് വിക്ടോറിയ. എനിക്ക് വാസ്തവത്തിൽ ഞങ്ങൾ രണ്ടുപേരും ക്ലാസ്സുകളിലൊക്കെ എല്ലാ സബ്ജക്റ്റും ആദ്യത്തെ 1-2 മറ്റേ ഇതുണ്ടല്ലോ ക്വാർട്ടേഴ്സ്, അതിലെ എക്സാമിനേഷനൊന്നും ഞങ്ങൾ അധികം മാർക്ക് മേടിക്കില്ല. പിന്നീട് ഇപ്പം 3 കൊല്ലം മറ്റേ പഠിക്കുമല്ലോ ഒരു ഇതിൽ, മറ്റേ കോളേജിലാണെന്ന് വെച്ചാൽ 2 കൊല്ലം അന്ന് ഇൻ്റർമീഡിയറ്റും BA ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു 2-3 ക്വാർട്ടർ കഴിഞ്ഞിട്ട് വെച്ചാൽ ഏത് സബ്ജക്റ്റിൽ എടുത്തെന്ന് വെച്ചാലും ഒന്നുകിൽ ഏട്ടൻ നമ്പൂതിരി ഇല്ല ചനിയൻ നമ്പൂതിരി, അങ്ങനെയാണ് ആൾക്കാർ പറയുക. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡിഗ്രിയിലെ എടുക്കുമ്പോൾ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ മാത്സ് എടുത്തു, ഞാൻ ഫിസിക്സ് എടുത്തു. അതെന്തിനാ വെച്ചാൽ ഫിസിക്സും കെമിസ്ട്രിക്കും മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ 2-3 കോളേജിൽ മൂന്നാമത്തെ സബ്ജക്റ്റായിട്ട് ഓപ്ഷനായിട്ട് സുവോളജിക്ക് പകരം മലയാളം എടുക്കാം, ഇല്ലച്ചാൽ സാൻസ്ക്രിറ്റ് എടുക്കാം. അപ്പോൾ എനിക്ക് മലയാളത്തോട് വലിയ താല്പര്യമാണ്. അപ്പം ഞാൻ എന്ത് തീരുമാനിച്ചു എന്നാ ഞാൻ എനിക്ക് ഫിസിക്സ് ഇത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫിസിക്സ് എടുത്തു. ആ ഫിസിക്സിൽ ആദ്യത്തെ കൊല്ലം കമ്മിയായിട്ട് മാർക്കായിരുന്നു. ഡിഗ്രിയിലെ അവസാനത്തെ മറ്റേ ഹാഫ് ഇയർലി, അത് ഡിസംബറിലായിരിക്കും കംപ്ലീറ്റ്. ആ എക്സാമിനേഷനിൽ വിക്ടോറിയ കോളേജിലത്തെ ഡിഗ്രി അതിലെ ഹാഫ് ഇയർലിയിൽ BA ആയിക്കോട്ടെ BSc ആയിക്കോട്ടെ അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചത് ഞാനാണ്, ഭാഗ്യം കൊണ്ട്. അപ്പോൾ എനിക്ക് കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് ഷേക്സ്പിയർ എനിക്ക് പ്രസന്റേഷൻ കിട്ടി, കംപ്ലീറ്റ് വർക്ക്സ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി പാസ്സായതിനു ശേഷം അന്നൊന്നും കമ്മ്യൂണിക്കേഷൻ വളരെ കമ്മിയാണ്, വല്ലതും ഉണ്ടെച്ചാൽ പോസ്റ്റ് കാർഡായിരിക്കും അവർ. അപ്പോൾ ഞാൻ ഈ ഡിഗ്രി പാസ്സായതിനു ശേഷം ഞാൻ മദ്രാസിൽ എൻ്റെ അമ്മാവനുണ്ടായിരുന്നു അവിടെ, അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് കാലം നിന്ന് ജോലി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കൊരു പോസ്റ്റ് കാർഡ് ഇവിടെ വന്ന് അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്തു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. കോൺവക്കേഷൻ ഇത്രാം തീയതിയാണ്, നിങ്ങൾക്ക് അവാർഡ് ഉണ്ട്. ആ ലെറ്റർ എനിക്ക് എൻ്റെ ഇല്ല. അപ്പോൾ ഞാൻ അവിടെ പോയി സന്നിഹിതനായി. അന്ന് എൻ്റെ വാസ്തവത്തിൽ ഇതില്ല, ഞാൻ അവിടെ മദ്രാസിൽ തന്നെയാണ്. അതിനുള്ള പാൻറ്, അത് എല്ലാവരും പാൻറ്റൊക്കെ ഇട്ടിട്ട് പോവാം. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുണ്ട് കൊല്ലങ്കോട്, മറ്റേ കാച്ചാങ്കുറിച്ചിക്കാരൻ. അപ്പോൾ അദ്ദേഹം ശരിക്കും ഈ മുണ്ടെടുത്ത് അദ്ദേഹത്തിൻ്റെ പാൻറ് ഇട്ടിട്ടാണ് ഞാൻ ഓർമ്മ. അപ്പോൾ അവിടെ പോയപ്പോൾ എൻ്റെ പേര് വിളിച്ചിട്ട് ഞാൻ വേദിയിൽ ഞാൻ അവാർഡ് സ്വീകരിച്ചത് എന്താണെന്നറിയോ? ആരുടെ കയ്യിൽ നിന്നറിയോ? അന്നത്തെ വൈസ് ചാൻസലർ A. ലക്ഷ്മണസ്വാമി മുതലിയാർ. വലിയ വിദ്യാഭ്യാസ വിചക്ഷണായിരുന്നു, വലിയ ആള്. അവർ ബ്രദേഴ്സാണ്, രാമസ്വാമി മുതലിയാരും ലക്ഷ്മണസ്വാമി മുതലിയാരും. അപ്പം അങ്ങനെ ഒരു ഇതും ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അതും ഒരു ഭാഗ്യം, അല്ലാതെ ഒന്നും പറയാൻ. പിന്നെ ജോലി കിട്ടി. എൻ്റെ 1959 മെയ് മാസത്തിൽ 1-ാം തീയതി ഉടുപ്പിയിൽ LIC ഒരു അസിസ്റ്റൻ്റായിട്ട് ചേർന്നു. പിന്നെ അതിനുശേഷം കഥകളിയിൽ നിന്ന് പിന്മാറി എന്ന് പറയാൻ കാരണം കഥകളിയായിട്ടുള്ള ബന്ധം അവസരമില്ല, കാണാൻ അവസരമില്ല, അഭിനയിക്കാൻ അവസരമില്ല, ചാൻസ് ഇല്ല, സ്റ്റേജുകളില്ല. അതെ, ഒരു 1-2 ആഴ്ച ലീവിൽ വരും. അപ്പോൾ ഒന്ന് കഥകളി ഉള്ള ദിവസം കഥകളി കാണും, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു അവസരം നഷ്ടമായി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത് കഥകളിക്ക് വലിയൊരു നഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ആര് പോയാലും കഥകളി ജീവിക്കുന്ന ഒരു കലയാണ്. അത് മാത്രം ഒരു നശിക്കാത്തൊരു കലയായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതെ
പിന്നീട് 65 വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു. അപ്പം അല്ല, അത് കഴിഞ്ഞിട്ട് ഒരു 10 കൊല്ലം എനിക്കോ എൻ്റെ ജ്യേഷ്ഠനോ റിട്ടയർ ചെയ്തിട്ട് ഇവിടെ സെറ്റിൽ ചെയ്ത ജ്യേഷ്ഠൻ, ഞാൻ 96-ലും ജ്യേഷ്ഠൻ 2000-ലും ബാംഗ്ലൂരിൽ വന്ന് സെറ്റിലായി. സെറ്റിലായിട്ടുണ്ടെച്ചാലും അവിടെ കഥകളി ക്ലബിൽ മെമ്പറായി. കഥകളി കളിക്കാനുള്ള ആഗ്രഹമില്ല, വേഷം കെട്ടിയിട്ടില്ല. സ്റ്റേജിൽ പ്രസംഗിക്കും എന്തെങ്കിലും കഥകളിയുടെ ഉത്ഭവത്തെ പറ്റിയിട്ടോ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നല്ലാതെ ഓർമ്മക്കുറിപ്പുകൾ പറയാം. അതെ, കഥകളിയായിട്ട് ചേട്ടൻ ഒരു പ്രാവശ്യം, ചേട്ടൻ നമ്പൂരിപ്പുണ്ടോ? ഇല്ല, 4 കൊല്ലമായി അദ്ദേഹം ഇഹലോകവാസം പിടിച്ചിട്ട്. അപ്പം അദ്ദേഹം കമ്പ്യൂട്ടറിൻ്റെ ഉസ്താദായിരുന്നു. കമ്പ്യൂട്ടറിൻ്റെ കോർപ്പറേറ്റ് കമ്പ്യൂട്ടർ മറ്റേ സെക്ഷൻ്റെ ജനറൽ മാനേജറായിരുന്നു. നാസിക്കിൽ മിഗ് വിമാനത്തിൻ്റെ ഡിസൈനൊക്കെ അവരാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് റഷ്യൻ ഡെലിഗേഷൻ വന്നപ്പോൾ ജ്യേഷ്ഠൻ ഒരു പൂതനാമോഷത്തിൽ പൂതന ചെയ്യാനല്ലോ ബോംബെ എന്നൊക്കെ വരുത്തി സുഖമായിട്ട് ചെയ്തു. അതേ എനിക്ക് ഓർമ്മയുള്ളൂ. അല്ലാതെ ഞങ്ങൾ രണ്ടുപേരും പിന്നീട് പിന്നെ എന്നാണ് ഇതിലേക്ക് തിരിച്ചു വന്നത്? എനിക്ക് തോന്നുന്നത് ഇതേ അമ്പലത്തിൽ തന്നെയാണ് വീണ്ടും. അതെ, 1953 കഥകളിയെ പറ്റി മറ്റേ കളി ചെയ്യണം എന്നുള്ളൊരു ഒരു ഉദ്ദേശവും ഇല്ലാത്ത ഒരു സമയത്ത് വന്നു. ഒരു ഇവിടുത്തെ വായനശാല, KKP സ്മാരക വായനശാല, അതിൽ അവർ ആ വായനശാല കുഞ്ചുണ്ണി പണിക്കർ നേരത്തെ സൂചിപ്പിച്ച കുഞ്ചുണ്ണി പണിക്കരുടെ സ്മാരകമായിട്ട് തുടങ്ങിയത് 1962. അതിൻ്റെ വാർഷികത്തിന് 2023 കുഞ്ചുണ്ണി പണിക്കരുടെ മകൻ നാരായണൻകുട്ടി പണിക്കർ കലാമണ്ഡലത്തിലെ മറ്റേ പഠിത്തം കഴിഞ്ഞ് ഇവിടെ കുറച്ചു കാലം വന്ന് പാറ്റ്നയിൽ പോയിട്ടാണ് ഭാരതീയ കലാമന്ദിരത്തിൽ ജോലി ചെയ്തിരുന്നത് പ്രൊഫസറായിട്ട് കഥകളുടെ വേഷത്തിൻ്റെ. അപ്പോൾ അദ്ദേഹം മരിച്ചിട്ട് 5-6 കൊല്ലമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് ബോംബെയിലാണ് ഇപ്പോൾ, മകളും. അപ്പോൾ അവർ ചോദിച്ചു എന്നോട്, അവർ ഈ മെയ് മാസത്തിലാണ് ഇതിൻ്റെ വാർഷികം കൊണ്ടാറില്ല, അവർ കുട്ടികൾക്കൊക്കെ ഒഴിവുള്ള സമയത്ത് അവർ വരും തുടങ്ങി. അപ്പം എന്നോട് ചോദിച്ചു, ഏട്ടൻ ഒരു വേഷം കിട്ടുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് ഈ വേഷത്തിനെ പറ്റിയിട്ട് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അല്ല, കുചേലവൃത്തിൽ കുചേലനൊക്കെ ആയിക്കൂടെ എന്ന് ചോദിച്ചു അവർ കാഷ്വലായിട്ട്. അപ്പം ഞാൻ ഞാൻ ആദ്യം പറഞ്ഞു, കാരണം വെച്ചാൽ എനിക്കിത് നോക്കണം പറഞ്ഞു. ഞാൻ എൻ്റെ കയ്യിൽ കഥകളിയുടെ പദങ്ങളുടെ ബുക്കുണ്ട്. അപ്പോൾ ആപ്പുണ്ട്. പക്ഷെ ഞാൻ ആപ്പിൽ വലിയ വിദഗ്ധനല്ല, അതുകൊണ്ട്. അപ്പോൾ ഞാനത് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്തു അറിയോ, ഈ ബുക്ക് വായിച്ചിട്ട് ഇത്രയൊക്കെ ഉള്ളൂ, കലാശങ്ങളൊന്നും ചെയ്തല്ല, ശ്രമിച്ചു നോക്കാം. അപ്പം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 2023 മെയ് 14 എത്ര വർഷങ്ങൾക്ക് ശേഷമായിരിക്കും? 65 വർഷം. 58 മുതൽ 65 വർഷം അതിൽ കുചേലവൃത്തിൽ കുചേലനായിട്ട്. അന്ന് ഇതിന്റെ തൊട്ടന്നെയാണല്ലോ, വേദി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇത്ര വർഷം കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റേജിൽ കയറിയിട്ട് ആ മ്യൂസിക്കും ആ പദങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ അങ്ങ്. അതെ, അത് മാത്രമല്ല ഇതിലൊക്കെ കുറേ ഉണ്ട്. ശങ്കരൻകുട്ടി പണിക്കരുടെ ആ ശിക്ഷണത്തിന്റെ ആ അഭ്യാസത്തിന്റെ ബലാണ്. ഇന്ന് മുദ്ര ഒന്നും മറന്നിട്ടില്ല. കലാശങ്ങൾ വട്ടക്കലാശം വരെ അറിയാം. അതൊന്നും വലിയ പ്രശ്നമല്ല. കാരണം വെച്ചാൽ നമുക്ക് മറവി കഥകളിയായിട്ട് ഉള്ള പ്രേമുണ്ട് പറഞ്ഞാൽ, കഥകളി ആസ്വാദകനാണ് വെച്ചാൽ അതങ്ങനെ മറക്കില്ല. അങ്ങനെ ഉള്ള ഒരു അതാണ് രണ്ടാം വരവ് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാം വരവ് പറയാം. ആദ്യം ഉണ്ടായിരുന്നു, എങ്ങനെ ഇവിടെ ഒരു കഥകളിക്കുള്ള ഓഫർ ഉണ്ടായിരുന്നു. എവിടെ? ബാംഗ്ലൂരിൽ. ഇവിടെയല്ല, ബാംഗ്ലൂരിൽ. നമ്മുടെ സംഗീത നാടക അക്കാദമി അംഗമുണ്ടല്ലോ, അദ്ദേഹം അംഗമാവുന്നതിന് മുമ്പ് അവിടെ ഈ ട്രൂപ്പിനെയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് അറിയുന്ന ആൾക്കാരല്ലേ. അപ്പം അദ്ദേഹം ആദ്യം ഇവിടെ ആൾക്കാരോട് മറ്റേ അമ്പലത്തിൽ ചോദിച്ചു എന്ന പ്രകാരം, പറഞ്ഞു എന്ന പ്രകാരം ഇതേ വേഷക്കാരാന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന് തോന്നി, നമ്പൂരി ഉണ്ടല്ലോ ഇവിടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, എന്നെ വിളിച്ചു. സീതാസ്വയംവരത്തിൽ ദശരഥം കെട്ടാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതും എൻ്റെ ഉത്തരം എന്താ വെച്ചാൽ എനിക്ക് അതിനെപ്പറ്റി അന്ന് ഇതുമായിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് ചിന്തിക്കാനുള്ള സമയം വേണം, നാളെ പറയാമെന്ന് പറഞ്ഞു. അന്ന് പിറ്റേ ദിവസം ഞാൻ അതിൻ്റെ പദം നോക്കി, ഒന്നുമില്ല. പദങ്ങൾ ചെറിയ പദം ഒരു പദമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പരശുരാമൻ
ചവിട്ടി തെറിപ്പിക്കും. അപ്പൊ വീഴണം. ഒരു വീഴ്ചയുണ്ട്. അത് കിരീടം വെച്ച് വീഴുമ്പോൾ നമ്മൾക്ക് ഇടുപ്പ് പോകും. അതുകൊണ്ട് ഞാനതിന് അല്ല, എന്നാലും ഞാൻ പറഞ്ഞു ചെയ്യാം. അങ്ങനെ ഒരു ആത്മധൈര്യം വന്നു. പക്ഷേ അദ്ദേഹം അത് കമ്മിറ്റിക്കാരോട് പറഞ്ഞപ്പോൾ എല്ലാ കമ്മിറ്റി ഡിസൈഡ് ചെയ്തിൻ്റെ ബാംഗ്ലൂരിലെ കലാകാരന്മാരെ പങ്കെടുപ്പിക്കേണ്ടത്. അതുകൊണ്ട് അന്ന് അദ്ദേഹം ഇങ്ങോട്ട് രണ്ടാമത് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു വിഷമവുമില്ല, ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുമില്ല, പിന്നെന്താണ്. അങ്ങനെ അത് ക്ലോസ് ആക്കി. പിന്നെ ഇവിടെ തൃപ്പൂണിയുടെ ഓഫർ വന്നപ്പോഴാണ് എനിക്ക് എന്നിൽ ഒരു കലാകാരൻ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് പുറമേ ഉള്ള ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ഞാനില്ലേ തെറ്റുകാരൻ, ഞാനതിന് അനുകൂലിച്ചില്ല ചില പറഞ്ഞ് ഞാനതിന് പുറപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ബാംഗ്ലൂരിലെ HL അയ്യപ്പ ക്ഷേത്രത്തില് കുചേലവൃത്താദി അങ്ങനെ വീണ്ടും അവിടെ ഒരു ചാൻസ് കിട്ടി. അതെ, അതോ ശ്രീകൃഷ്ണനായിട്ട് കോട്ടയ്ക്കൽ നാട്യകേസരി കോട്ടയ്ക്കൽ കേശവൻ കുണ്ടലായിരുന്നു ഇന്നത്തെ ആദ്യവസാന വേഷക്കാരൻ്റെ പ്രധാനി. അവരുടെ ഒപ്പൊക്കെ പ്രഗത്ഭരുടെ ഒപ്പൊക്കെ കളിക്കുക എന്ന് പറയുന്നത് ഭാഗ്യം തന്നെയാണ്. മാത്രമല്ല അത് ഭാഗ്യം മാത്രമല്ല, ആരായിരുന്നു കുചേലൻ, കൃഷ്ണനാണ് നാട്യകേസരി, കുചേലൻ ആരാണ്? കൃഷ്ണൻ. അപ്പൊ അതിനൊരു ഇല കിട്ടി. അത് കഴിഞ്ഞിട്ട് അപ്പൊ പിറ്റത്തെ വർഷം പിന്നെ കുറച്ച് കാലം ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പാലക്കാട് അന്ന് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം ഉണ്ടായിട്ടില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നത്തെ കൊല്ലം 2024 വന്നു ഇവിടെ വാർഷികം. അപ്പോൾ അവർ ചോദിച്ചു ഏട്ടന് വേഷം കിട്ടുന്നുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കുചേലനല്ലേ അറിയുള്ളൂ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അല്ല വേറെ നോക്കൂ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിട്ട് അവസാനം കണ്ടുപിടിച്ചു. ബാലിവധത്തില് രണ്ടാമത്തെ, ആദ്യത്തെ ശ്രീരാമൻ പഞ്ചവടിയിൽ കുറച്ചൊരു കലാശവും ഇതൊക്കെ ഉണ്ട്. അപ്പൊ ശ്രീരാമൻ 2 എടുക്കാന്ന് പറഞ്ഞു. അത് അതെ അമിത് വാര്യരായിരുന്നു അതിന്റെ ഇത് കലാമണ്ഡലത്തിലെ സുഗ്രീവൻ കൂട്ടുവേഷമായിട്ട്. പിന്നെ കലാമണ്ഡലത്തിലായിരുന്നു ബാലി. അത് എന്തോ ഭാഗ്യം കൊണ്ട് വലിയ പഴവില്ലാതെ ഒപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോ പിന്നെയാണ് പാലക്കാട് കഥകളി ക്ലബ്ബ്. ഞാൻ പാലക്കാട് കഥകളി ക്ലബിന്റെ മെമ്പർ ആണ്, കുറച്ചു കാലമായിട്ടുള്ളൂ. അപ്പൊ അവര് ചോദിച്ചു എന്ന പ്രകാരം ജൂണിലോ ജൂലൈയിലോ വരുന്നോ ചോദിച്ചു, പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു മെയിൽ ഇവിടെ കളിക്കുന്നു, ഇനിയിപ്പോ ജൂണിൽ പറ്റില്ല, ജൂലൈയിൽ വരാ പറഞ്ഞു. ആരെങ്കിലും കൂടെ വരും. ഞാൻ അവിടെ ഉണ്ട്, ഞാൻ റെക്കോർഡ് ചെയ്തിട്ടൊക്കെ ഓർക്കുന്നുണ്ടോ? അതെ അതെ. അന്ന് അമയാണ് ശ്രീകൃഷ്ണൻ. അതെ അല്ല രുക്മിണി. പിന്നെ കുട്ടി അറിയാം, പേര് ഞാൻ മറന്നുപോയി. ശ്രീകൃഷ്ണനായിരുന്നു. അതെ, അപർണ വാര്യർ അസലായിട്ട് കളിച്ചു. ഞാൻ റിവ്യൂ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അന്ന് അവര് എന്നെ ഞാൻ അറിയില്ല. അപ്പൊ എന്നോട് ചോദിച്ചു എന്ന പ്രകാരം ഞാൻ അവരോട് പറഞ്ഞു എനിക്കിത് കഴിഞ്ഞാൽ എനിക്കൊന്ന് നന്ദി പറയണം. എനിക്ക് ഈ പാലക്കാട് ക്ലബിൽ ഒരു കഥകളി കളിക്കുക പറഞ്ഞ ഒരു ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചോളം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു നന്ദി പറയാൻ 2 വാക്ക് പറയാൻ അവസരം തരണം. ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അവർ വിളിച്ചു തന്നെ. അപ്പോൾ ഞാൻ സ്റ്റേജിൽ കയറി. എന്നിട്ട് ഞാൻ മൈക്കിന്റെ അടുത്ത് പോയിട്ട് നിൽക്കുകയാണ്, നന്ദി പറയാൻ നിൽക്കുകയാണ്. അവര് ഇങ്ങോട്ട് വരും സർപ്രൈസ് ആയിട്ട്. ഞാൻ അതിന് മുമ്പ് ഞാൻ ഉച്ചയ്ക്ക് ഇവര് ഭാരവാഹികള് അവിടെ ഒരു അമ്മുട്ടി വാര്യരാണ് എൻ്റെ ഇത്, അദ്ദേഹം ട്രഷറർ, അദ്ദേഹം ആ സൈഡിൽ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അവരിങ്ങനെ 2-3 എന്നെ കാണിച്ച ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, കാരണം എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവര് വിളിച്ചിട്ട് ഒരു പൊന്നാട ഈ ഫലവും അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാംഗ്ലൂരിൽ ഒരു കളിയും കൂടി ഉണ്ടായി, കുചേലവൃത്തം തന്നെ. അതും ഭാഗ്യം കൊണ്ട് ആരാണ് അറിയോ? പ്രിയ നമ്പൂതിരി. അവര് ആദ്യവസാനം വനിതാ അപ്പൊ അവരുടെ ഒരു ഇത് കൂടി കളിക്കും കൂടെ, അങ്ങനെ ഒരു ആദ്യവസാനവും കൂടി കൃഷ്ണനായന്റെ കൂടെയും കൂടി കളിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അങ്ങനെ ആയിരുന്നു എൻ്റെ കഥകളിയിലെ ഇതേവരെയുള്ള കളിയാണ്. പിന്നെ അപ്പോൾ ഈ കൊല്ലം ആദ്യം അവര് ചോദിച്ചു വായനശാലയിൽ കളിക്കുന്നില്ലല്ലോ, കാരണം വേഷം കെട്ടുണ്ട്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു എന്താ പ്രകാരം എന്നാ ഏട്ടൻ മെയിൽ വരുന്നുണ്ടോ ചോദിച്ചു നേരത്തെ തന്നെ.
അപ്പോൾ ഇവിടെ ഒരു ന്യായത്ത് മണികണ്ഠനുണ്ട്, സിംഗപ്പൂരിൽ അദ്ദേഹം ജോലി, വലിയ കുട്ടികൾ കഥകളി പഠിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒന്ന് സജസ്റ്റ് ചെയ്തു, അല്ല ശിവരാത്രിക്ക് ഒന്ന് കളിച്ചൂടെ, കാരണം ഇതൊരു അല്ല ശിവന്റെ അമ്പലം മാത്രമല്ല കാണികളധികം ഉണ്ടാവും, പിന്നെ ശിവന്റെ മുമ്പിൽ മറ്റേ പെർഫോമൻസ് ചെയ്യാം. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ ഇതാക്കെ പറഞ്ഞ എനിക്ക് പഴയ ഓർമ്മയാണ്. 1952 അരങ്ങേറ്റം ഇവിടെ കഴിച്ചില്ലേ. പിന്നെ മാത്രമല്ല നമുക്ക് പ്രായമായി വരുന്നതുകളും ഇതിനുള്ള സാധ്യത കമ്മിയാണ്. അപ്പം എനിക്ക് തേവരുടെ മുമ്പിൽ ഒന്ന് സേവ ചെയ്തിട്ട് ഞാൻ സമ്മതിച്ചു. ഞാൻ കളിക്കാമെന്ന് പറഞ്ഞു. അപ്പം കഥ എന്താണെന്ന് ചോദിച്ചു. കഥ എന്താണെന്ന് ചോദിച്ചെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ആലോചിച്ചു, നോക്കട്ടെ. അപ്പോൾ അവരെന്നെ പറഞ്ഞു, സന്താനഗോപാലത്തെ ആദ്യത്തെ സീസണായി കൂടെ. ഞാൻ നോക്കി, ഞാൻ ധാരാളം കുഞ്ഞാരാശാൻ്റെ സന്താനഗോപാലത്തിൽ ബ്രാഹ്മണൻ കണ്ട ആളാണ്, മറ്റേ ഗോപിയാശാൻ്റെയും മറ്റേ ഇതും കുറേ കണ്ട ആളാണ്. അപ്പം എനിക്ക് തോന്നി അഭിനയമാണല്ലോ അതിൽ കൂടുതൽ. അഭിനയം അധികം മാത്രമല്ല, അതിൽ പദങ്ങളും അത് എനിക്ക് ഏകദേശം അറിയാം ചിലതൊക്കെ. പക്ഷേ ഈ കൃഷ്ണൻ്റെ പദം മാത്രം കുറച്ച് ടഫാണ്. കാരണം അതിൽ കുറച്ച് മറ്റേ ദഹിക്കാത്ത വാക്കുകളുണ്ട്, സംസ്കൃതം. അപ്പം അത് അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ രണ്ടും എടുക്കാം, ആദ്യത്തെ രണ്ടാമത്തെയും. കാരണം ഇതൊരു അവസരമാണ്. അങ്ങനെയുള്ള അവസരം ഇനിയിപ്പോൾ പ്രായമായിട്ട് കിട്ടാൻ സാധ്യമാണ് ഇല്ല. എനിക്ക് കളിക്കാനുള്ള അവസരം കിട്ടുന്ന കേരളത്തിലാണ്, അല്ലാതെ ബാംഗ്ലൂരിൽ വളരെ കമ്മിയാണ്, വിരളായിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ കൊണ്ടുവരാന്ന് വെച്ചാൽ ആരെങ്കിലും വരണം. എൻ്റെ കുട്ടികളെല്ലാം ജോലി തിരക്കായതുകൊണ്ട് എപ്പോഴെങ്കിലും വരാൻ കഴിയും. ഇന്ന് എൻ്റെ മകൻ കൊണ്ടുവന്നത് എന്താ വെച്ചാൽ അവൻ ഇവിടെ വന്ന് പകല് വർക്ക് ചെയ്യും, വർക്ക് ഫ്രം ഹോം, രാത്രി ഇവിടെ വൈകുന്നേരം വിളിച്ചു. അങ്ങനെ അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇതൊരു മഹാഭാഗ്യമാണ്. കാരണം വെച്ചാൽ തേവരെ സേവ ചെയ്യാൻ ഞാനിവിടെ ഈ തൃപ്പലമുണ്ട ക്ഷേത്രത്തിൽ രാവിലെ മുതൽക്ക് വൈകുന്നേരത്തെ അത്താഴപൂജ വരെ അടക്കം ഞാൻ 2-3-4 പ്രാവശ്യം ഞാൻ ചെയ്തതാണ്. എന്താ എൻ്റെ അപ്പൻ ഞാൻ പറഞ്ഞില്ലേ, കേശവൻ നമ്പൂതിരി, അദ്ദേഹം ത്തിന് എന്തെങ്കിലും അസുഖം ഇതായിട്ടുണ്ട് വെച്ചാൽ അമ്പലത്തിൽ വരാൻ പറ്റാത്ത സൗകര്യമുള്ള ദിവസങ്ങളിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഒരു 8-10 കൊല്ലം അവിടെ തന്നെ അതിരാവിലെ 5:30 മണിക്ക് വരും, കുളിച്ചിട്ട് വിളക്കോളത്തും മലിനേദ്യം കഴിക്കും, പായസവും പടച്ചോറും ഉണ്ടാക്കും. പടച്ചോറെന്നാണ് പറയാം ഞങ്ങൾ. നിവേദ്യം, വെള്ള നിവേദ്യവും പായസവും ഉണ്ടാക്കും. അപ്പോഴേക്കും അപ്പൻ ഇത് വരും, ഉഷപൂജയ്ക്ക് വരും, കുടിച്ചിട്ട് വരും. ഞങ്ങൾ പിന്നെ അവിടുന്ന് സ്കൂളും പോവും. സ്കൂളിൽ വന്നതിന് ശേഷം ആദ്യം അമ്പലത്തിൽ വിളക്ക് വെച്ച് അത്താഴ പൂജയ്ക്കുള്ള പായസം ഉണ്ടാക്കും. അങ്ങനെ ഭഗവാനെ സേവിച്ചതിൻ്റെ ഒരനുഗ്രഹമാണ് എനിക്കിത്. മാത്രമല്ല ഞാൻ പറയട്ടെ, എനിക്ക് ഈ ഒരു ഭാഗ്യം ഇന്നലെ ഇവിടെ വെച്ചിട്ട് ഈ കൊല്ലത്തെ പുരസ്കാരം, അതും കുഞ്ചുണ്ണി പണിക്കരുടെ സ്മാരകമായിട്ട് അങ്ങനെ ഒരു പുരസ്കാരം എനിക്ക് കിട്ടിയല്ലോ. അതിൻ്റെ കാരണക്കാര് ഭഗവാൻ തന്നെ. കുഞ്ചുണ്ണി പണിക്കരാണ് ഈ കഥകളിയിൽ എന്നെ കയറ്റിയത്. അദ്ദേഹത്തിന്റെ പേരിൽ അവാർഡ്. അതിൽ മീത് എന്താ വേണ്ടത്? അത് മാത്രമല്ല, എന്നെ ഇങ്ങനെ വലുതാക്കാൻ എൻ്റെ 1 വയസ്സിൽ അച്ഛൻ മരിച്ചിട്ട് അമ്മ സഹിച്ച വിഷമങ്ങൾ. കുട്ടികൾ ഹൈസ്കൂളിലൊക്കെ പഠിക്കാൻ വേണ്ടി ദൂരം പോവുക. അന്ന് കമ്മ്യൂണിക്കേഷൻ ഇല്ല. ദൂരെ പഠിച്ച ഒരു പോസ്റ്റ് കാർഡ് ഇന്നാൻ്റെ എഴുതുക, അത്രയേ ഉള്ളൂ. അല്ല ഫോണൊന്നും ഇല്ലല്ലോ. അങ്ങനെയുള്ള ഇതിൽ അമ്മ ഇതെല്ലാം സഹിച്ചു. അത് മാത്രമല്ല, അമ്മയാണ് വെച്ചാൽ ഉമിനീരിറക്കാതെ പ്രദോഷ വർഷം 10-40 കൊല്ലം ഉമിനീരിറക്കില്ല, പ്രദോഷത്തിനും തിങ്കളാഴ്ചയ്ക്കും. അങ്ങനെ ചെയ്തിട്ട് ഉള്ള ഒരു ഭാഗ്യം. പിന്നെ മാത്രമല്ല, ഞങ്ങളെ അച്ഛനില്ലെങ്കിലും ഞങ്ങളെ അച്ഛൻ ആയിട്ട് നോക്കിയത് ഈ കേശവൻ നമ്പൂരി, അച്ഛൻ്റെ അനിയൻ സ്ഥാനത്ത്. അതും മറക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങളെ കൊല്ലങ്കോട് തമ്പുരാക്കന്മാരും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഒന്നും മറക്കാൻ പറ്റില്ല. ഇതെല്ലാം മഹാഭാഗ്യം, അത്രയേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് രാജഗോപാലൻ മാഷാണ് 91 വയസ്സിൽ 90-ാം വയസ്സിൽ അദ്ദേഹം 84-ാം വയസ്സിൽ
കുചേലവൃത്തം. അതും താങ്കളുടെ സതീർത്ഥ്യൻ, അതെ, അതായത് എന്നെ സഹപാഠിയാണ്. ഒന്നിച്ച് പഠിച്ച ആള്. പക്ഷെ എന്നെക്കാളും സീനിയർ, അതായത് പ്രായത്തില്. അദ്ദേഹം മറ്റേ സ്കൂൾ മാഷായിട്ട് അവിടെ തന്നെ റിട്ടയർ. അദ്ദേഹത്തിന് ഇങ്ങനെ വിട്ടു നിൽക്കേണ്ടി വന്നു. കുറെ കാലം അദ്ദേഹം മറ്റേ അധ്യവസാന കേഷായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. മറ്റേ ഇതില് ഉത്തരാസൈന്യത്തില് ദൂതൻ അല്ലെങ്കിൽ വലലൻ ശവത്തില് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഈ മറ്റേ ഈ റിട്ടയർ ആയ അദ്ദേഹം അവസാനം ലാസ്റ്റ് കണ്ടത് പാർഷദി മാമസഖി അതാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു പറയോ, അദ്ദേഹം മറ്റേ ഈ അവസാനം ശങ്കരകുട്ടി പണിക്കരെ കുറേ വിശ്വാസമായി. എന്നിട്ട് കല്യാണ സൗധത്തിൽ ഹനുമാൻ പഠിപ്പിച്ചു കൊടുത്തു. അതാണ് അദ്ദേഹം 90-ാം വയസ്സിൽ ഹനുമാനായിട്ട് അവിടെ തന്നെ അവതരിപ്പിച്ചത്. എന്തായാലും ആ റെക്കോർഡ് ഭേദിക്കാൻ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ഇതോടുകൂടി അതെല്ലാം ഭഗവാന്റെ കയ്യില്. ഈ ഞങ്ങളോട് ഇത്രയേറെ സംസാരിച്ചതിൽ വളരെ നന്ദി. എല്ലാ ഭാവങ്ങളിലും എല്ലാം നിങ്ങളുടെ. മാത്രമല്ല എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് വെച്ചാൽ, എനിക്ക് ഈ അവാർഡ് എൻ്റെ കയ്യിൽ തന്നുവല്ലോ അദ്ദേഹം ഉണ്ടല്ലോ, KG വാസുദേവൻ നായർ കലാമണ്ഡലം. അദ്ദേഹമാണ് വെച്ചാൽ ആദ്യത്തിലെ കലാമണ്ഡലത്തിലെ 8 വർഷം അഭ്യസിച്ച് പഠിച്ച ആദ്യത്തെ മറ്റേ ശിഷ്യനാണ് കലാമണ്ഡലത്തിലെ ആദ്യത്തെ 8 കൊല്ലം, മറ്റേ 6 കൊല്ലമേ ഉള്ളൂ. അത് മാത്രമല്ല എത്രയോ പുരസ്കാരങ്ങളെ. ഇന്നലെ ഇവിടെ വരുന്നതിന് തലേ ദിവസം അദ്ദേഹം കലാമണ്ഡലത്തിലെ ഫെലോഷിപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയ ദിവസമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മഹാന്റെ കയ്യിൽ നിന്ന്, എന്നെക്കാളും 1 വയസ്സധികം, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നൊരു അവാർഡ് വാങ്ങുക പറഞ്ഞിട്ട് എന്താ വേണ്ടത്? അതെല്ലാം ഭാഗ്യം. എന്തായാലും എല്ലാ ഭാവങ്ങളും ഇന്നത്തെ കളിക്കും ജീവിതത്തിലും ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി, നമസ്കാരം.